നമസ്കാരം. NCTVയുടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ നോക്കാം. പാലിക്കരയിൽ വീണ്ടും ടോൾ പിരിവിന് അനുമതി നൽകി ഹൈക്കോടതി. ദേശീയപാത അതോറിറ്റിയുടെ ആവശ്യം അംഗീകരിച്ചാണ് വ്യവസ്ഥകളോടെ ടോൾ പിരിക്കാൻ ഹൈക്കോടതി അനുമതി നൽകിയത്. മരവിപ്പിച്ച ഇടക്കാല ഉത്തരവ് ഹൈക്കോടതി പരിഷ്കരിച്ചു. പുതുക്കിയ നിരക്ക് ഈടാക്കരുതെന്നും ദേശീയപാത ഹൈക്കോടതിയോട് നിർദ്ദേശിച്ചു. കഴിഞ്ഞ ഓഗസ്റ്റ് 6-നാണ് പാലിക്കരയിലെ ടോൾ മരവിപ്പിച്ച് ഹൈക്കോടതി ഇടക്കാല ഉത്തരവിറക്കിയത്. 72 ദിവസങ്ങൾക്കിടെ 10 തവണയാണ് ടോൾ തുടരാൻ അനുവദിക്കണമെന്ന ആവശ്യം സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലുമായി ദേശീയപാത അതോറിറ്റി ഉന്നയിച്ചത്. എന്നാൽ എല്ലാ തവണയും ആവശ്യം നിരസിക്കുകയായിരുന്നു. ടോൾ പിരിവ് മരവിപ്പിച്ചത് ദേശീയപാത അതോറിറ്റിയുടെ സാമ്പത്തിക അവസ്ഥയെ ബാധിച്ചിട്ടുണ്ടെന്നാണ് കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചത്. ഗതാഗതക്കുരുക്കുണ്ടെങ്കിലും ടോൾ നിരക്ക് കുറയ്ക്കാനാവില്ലെന്ന് ദേശീയപാത അതോറിറ്റിയും ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു. കടുത്ത ഗതാഗതക്കുരുക്കിനെ തുടർന്ന് സർവീസ് റോഡുകളിലടക്കം അറ്റകുറ്റപ്പണി അവസാന ഘട്ടത്തിലാണെന്ന് തൃശൂർ ജില്ലാ കളക്ടർ കോടതിയെ അറിയിച്ചിരുന്നു. മേഖലയിലെ ഗതാഗതക്കുരുക്കും റോഡിലെ പ്രശ്നങ്ങളും തുടരുകയാണെന്ന് ജില്ലാ കളക്ടർ കോടതിയെ അറിയിച്ചതിനാൽ ടോൾ പിരിവ് പാടില്ല എന്ന് കോടതി ഈ മാസം ആദ്യം വ്യക്തമാക്കിയിരുന്നു. തുടർന്ന് പ്രശ്നങ്ങൾ പൂർണ്ണമായി പരിഹരിക്കാൻ സമയം വേണമെന്ന് ദേശീയപാത അതോറിറ്റിയും കോടതിയിൽ ആവശ്യപ്പെട്ടു. നിലവിൽ ടോൾ പിരിവ് അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായി പുതുക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സ്കൂളുകൾ, വ്യാപാര സ്ഥാപനങ്ങൾ, റെയിൽവേ സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ പ്ലാസ്റ്റിക് മാലിന്യം ശേഖരിക്കുന്നതിനായി ബിൻ വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷൻ CC സോമസുന്ദരൻ അധ്യക്ഷനായിരുന്നു. പഞ്ചായത്ത് അംഗങ്ങളായ ഷാജു കാളിയങ്കര, രതി ബാബു, പ്രീതി ബാലകൃഷ്ണൻ, CP സജീവൻ, KG ഗീതപ്രിയ, ഹർഷ ലോഹിതാക്ഷൻ എന്നിവർ പ്രസംഗിച്ചു. വെള്ളിക്കുളങ്ങരയിൽ യുവാവിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതി പിടിയിൽ. മോതിരക്കണ്ണി സ്വദേശി പുതുശ്ശേരി വീട്ടിൽ 31 വയസ്സുള്ള ഡെയ്സൺ ഡേവിസ് ആണ് പിടിയിലായത്. ഒക്ടോബർ 13-നായിരുന്നു സംഭവം. ചാലക്കുടി പോട്ട സ്വദേശി കമ്മട്ടത്തി വീട്ടിൽ അക്ഷയുടെ പരാതിയിലാണ് അറസ്റ്റ്. കുറ്റിച്ചിറയിലുള്ള മീൻതട്ടിനടുത്ത് വെച്ച് പ്രതികൾ ചേർന്ന് കല്ലുകൊണ്ടും സോഡ കുപ്പികൊണ്ടും വാളുകൊണ്ടും ആക്രമിച്ച് പരിക്കേൽപ്പിച്ചുവെന്നാണ് കേസ്. പ്രതിയെ മോതിരക്കണ്ണി നമ്പ്യാർപ്പടിയിൽ നിന്നാണ് പിടികൂടിയത്. ഈ കേസിലെ ഒരു പ്രതിയുടെ കുറ്റിച്ചിറയിലുള്ള ബാർബർ ഷോപ്പിലെ പാർട്ട്ണർക്ക് പരാതിക്കാരൻ EMI ആയി ഫോൺ വാങ്ങി നൽകിയിരുന്നു. EMI മുടങ്ങിയപ്പോൾ പരാതിക്കാരൻ അടച്ചതിന്റെ പണം തിരികെ ചോദിക്കാനായി കുറ്റിച്ചിറയിലുള്ള ബാർബർ ഷോപ്പിലെത്തി ഷോപ്പിലെ പണിക്കാരുമായി തർക്കത്തിലാവുകയും ബാർബർ ഷോപ്പിന്റെ ഷട്ടർ പരാതിക്കാരൻ ഇട്ടിരുന്നു. ഇതറിഞ്ഞ് സ്ഥലത്തെത്തിയ പ്രതികളാണ് പരാതിക്കാരനെ ആക്രമിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. ഡെയ്സൺ ഡേവിസ് കൊരട്ടി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഒരു വധശ്രമ കേസിലും ചാലക്കുടി പോലീസ് സ്റ്റേഷനിലെ ഒരു അടിപിടി കേസിലും പ്രതിയാണ്. സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും വർദ്ധിച്ചു. ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കിലാണ് സ്വർണം. ഒറ്റയടിക്ക് പവന് കൂട്ടിയത് 2840 രൂപയാണ്. ഇതോടെ പവന് 97,360 രൂപയായി. ഗ്രാമിന് 355 രൂപ കൂടി 12,170 രൂപയായി. ഈ മാസം 17 ദിവസം കൊണ്ട് ഒരു പവന് കൂടിയത് 10,360 രൂപയാണ്. രാജ്യാന്തര വിലയുടെ ചുവട് പിടിച്ചാണ് കേരളത്തിൽ സ്വർണ്ണവിലയുടെ കുതിച്ചുകയറ്റം. വ്യാഴാഴ്ച ഒരു പവന് 94,920 രൂപയായിരുന്നു. ഈ മാസം 8-നാണ് സ്വർണ്ണവില ആദ്യമായി 90,000 കടന്നത്. തൊട്ടടുത്ത ദിവസം 91,000 കടന്ന് കുതിച്ച സ്വർണ്ണവിലയാണ് വെള്ളിയാഴ്ച രാവിലെ വൻ കുതിപ്പ് നടത്തിയത്. സെപ്റ്റംബർ 9-നാണ് സ്വർണ്ണവില ആദ്യമായി 80,000 പിന്നിട്ടത്. തുടർന്നുള്ള ദിവസങ്ങളിൽ ഓരോ ദിവസവും റെക്കോർഡുകൾ ഭേദിച്ച് സ്വർണ്ണവില കുതിക്കുന്ന കാഴ്ചയാണ് ദൃശ്യമായത്. ഇനി കാലാവസ്ഥ. കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന്
12,170 രൂപയും പവന് 97,360 രൂപയും രേഖപ്പെടുത്തി. വട്ടണാത്ര പൂക്കോട് തെക്കേടത്ത് മനക്കൽ ദാമോദരൻ നമ്പൂതിരി അന്തരിച്ചു. 64 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. വിഷ്ണു നമ്പൂതിരി മകനും അശ്വിനി അന്തർജനം മരുമകളുമാണ്. ഇതോടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.